മൂന്ന് വിഭാഗം അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അർശിലാണ്, അല്ലാഹുവിന്റെ അർശിന്റെ തണലിലാണ്. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ ദില്ലല്ലാതെ വേറെ തണലില്ല. ആ ഭയാനകരമായ ദിവസം അർശിന്റെ തണൽ അല്ലാഹു കൊടുക്കുന്ന മൂന്ന് വിഭാഗം ആളുകൾ. സഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അവര്? അർശിന്റെ തണൽ കിട്ടുന്ന മൂന്ന് വിഭാഗം ആളുകൾ ആരാണ്? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മൻ ഫറജ അൻ മക്റൂബിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ പ്രയാസമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് ആ പ്രയാസം നീക്കിക്കൊടുക്കുന്നവർ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിസരത്ത് നാം കാണുന്ന, നമ്മുടെ മുന്നിലെത്തുന്ന ഏതൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് കൊടുത്താൽ, അവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് ആ പ്രയാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയാൽ, നമുക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ ആരൊക്കെ ആൻസർ പറയും? ഏറ്റവും ജീവിതത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പാവം മനുഷ്യനെ സഹായിച്ച ഒരു ഓർമ്മ ആർക്കൊക്കെയുണ്ട്? കൈവക്കണ്ട, ചിന്തിച്ചു നോക്ക്. ആർക്കൊക്കെയുണ്ട് ഒരു പാവം മനുഷ്യനെ സഹായിച്ച ഓർമ്മ? ആർക്കൊക്കെയുണ്ട്? സുബ്ഹാനല്ലാഹ്. നമുക്കങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകണം. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടി പരലോകത്ത് മോക്ഷം കൈവരിക്കാൻ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ, അല്ലാഹുവിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ അവസരം കിട്ടുന്ന വലിയൊരു അമലാണ് മറ്റുള്ളവരെ സഹായിക്കാൻ. നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇന്നും 10,000-ങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഖാജ തങ്ങൾ. അജ്മീർ ദർഗയിലെ അജ്മീറിലെ ചെമ്പ് നമുക്കൊക്കെ പരിചയമുണ്ട്, കേൾക്കാത്തവരാരും ഉണ്ടാകൂല. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആ ചെമ്പിൽ കഞ്ഞി വെച്ച് വിതരണം നടക്കുന്നത്. ഖാജ തങ്ങളുടെ ദർബാറിൽ പോയാൽ നമുക്ക് കാണാം ഒരുപാട് ഫുഖറാ, ഒരുപാട് മിസ്കീന്മാർ അവിടെ പരിസരത്ത്. അവർക്കൊക്കെ ഖാജ തങ്ങൾ ഇന്നും ഭക്ഷണം നൽകുകയാണ്. ഖാജ തങ്ങളെ അനുസ്മരിച്ച് ഇന്ന് ലോകത്ത് എവിടെയെല്ലാം അന്നദാനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഖാജ തങ്ങളെ ജീവിതത്തിൽ പാവങ്ങളെ സഹായിക്കുക എന്നത് അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയൊരു സൽക്കർമ്മമായിരുന്നു. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. സാധുജനങ്ങൾക്ക് സേവനം ചെയ്ത് ആ സേവന പാതയിലൂടെ വിലായത്തിന്റെ ഉത്തുംഗ സോപാനം കൈയടക്കിയവരല്ലേ, നേടിയെടുത്തവരല്ലേ സുൽത്താനുൽ ആരിഫീൻ സയ്യിദി അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. തലയിൽ വലിയ വിറക് ചുമന്നു കൊണ്ടുപോകും. രോഗികളായ സ്ത്രീകൾക്ക്, വിധവകളായ ഉമ്മമാർക്ക്, പ്രായം ചെന്ന സഹോദരിമാർക്ക് പാചകം ചെയ്യാനുള്ള വിറക് ശേഖരിച്ച് കൊണ്ടു കൊടുക്കും. കണ്ണ് കാണാത്തവരെ കൈപിടിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഇതുമെല്ലാം മഹാന്മാര് ചെയ്ത വലിയ ത്യാഗമാണ്. ആത്മീയ രംഗത്ത് വളരാൻ അവര് സമീപിച്ച അമലുകളാണ്. ആരാണ് എന്റെ സമുദായത്തിൽ പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നത്? അവർക്ക് നാളെ അല്ലാഹു അർശിന്റെ തണല് കൊടുക്കുന്നതാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ
طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അയൽവാസികൾ വല്ല സഹായവും ചോദിച്ചാൽ ആ സഹായം നിനക്ക് നൽകാൻ കഴിയും. ആ അവസ്ഥയിൽ നീ ആ സഹായം നൽകാതിരുന്നാൽ നീ ദീനിനെ പൊളിക്കുന്നവനാണ്. അനാഥ മക്കളെ പരിഗണിക്കാതിരുന്നാൽ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉത്സാഹിക്കാതിരുന്നാൽ, നിസ്കാരത്തിലെ അശ്രദ്ധയോടെ നിസ്കരിച്ചാൽ നീ ദീനിനെ കളവാക്കുന്നവനാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥ ഒരു മുസൽമാനായി, യഥാർത്ഥ ഒരു മുഅ്മിനായി, അല്ലാഹുവിന്റെ യഥാർത്ഥ ഒരു അടിമയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് അർശിന്റെ തണൽ നൽകുന്ന വിഭാഗം വഹ്യാ സുന്നത്തി, എന്റെ തിരുചര്യകൾ ജീവിതത്തിൽ സജീവമാക്കിയവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവിന്റെ തിരുചര്യകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പ്രിയപ്പെട്ടവരെ, ഏതു സമയത്തും നമ്മളുടെ ജീവിത ശൈലികൾ ഇത്തിബാഉസ് സുന്നയായിരിക്കണോ. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണോ, ആ വെള്ളം ഇരുന്നിട്ട് കുടിക്കണോ, ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്രദ്ധിക്കണോ, ആ വെള്ളം ഓരോ മുറുക്ക് വീതം കുടിക്കണോ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ആ വെള്ളം കുടിക്കുന്ന പാത്രത്തിലേക്ക്, ഗ്ലാസ്സിലേക്ക് ശ്വാസം വിടാൻ പാടില്ല. ഇങ്ങനെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്. അതേ, കാലിൽ ധരിക്കുന്ന ചെരുപ്പുകൾ ഇരുന്നാണ് ധരിക്കേണ്ടത്. ആദ്യം ധരിക്കേണ്ടത് വലതുകാലിലാണ്. ആ ചെരുപ്പുകൾ ഊരിവെക്കുമ്പോൾ ആദ്യം ഊരിവെക്കേണ്ടത് ഇടതുകാലിലുള്ളതാണ്. ഇങ്ങനെ എന്തെല്ലാം സുന്നത്തുകളുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കയറണം. വലത്തെ കാൽ ആദ്യം എടുത്തു വെക്കണം. വീട്ടുകാരോട് സലാം പറയണം. വീട്ടിൽ ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം ചൊല്ലണോ. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഇടത്തെ കാല് മുന്തിക്കണോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലണോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ദല്ല ഔ അസില്ല ഔ സല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ കാവലിനെ ചോദിക്കുന്ന ആ വാചകങ്ങൾ പറയണോ. ആ ദുആ നടത്തിയിട്ട് ഏത് യാത്ര പോയാലും ആ യാത്രയിൽ അപകടം വരൂല. നിന്നെ മോഷ്ടാവ് വന്ന് മോഷ്ടിക്കൂല. നിന്നെ ഒരു ളാലിമും അതേ ആക്രമിക്കൂല. ഒരാളെ വഞ്ചനയിലും ചതിയിലും നീ പെട്ടുപോകൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ ആദ്യം അതേ വലത്തെ ആദ്യം തലയിൽ വെള്ളം ഒഴുക്കണോ. പിന്നെ രണ്ടാമത് വലതുഭാഗത്താണ് വെള്ളം ഒഴുക്കേണ്ടത്. മൂന്നാമതാണ് ഇടതുഭാഗത്ത് വെള്ളം ഒഴുക്കേണ്ടത്. അതേ, അവയവങ്ങളിൽ, ശരീരത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നമ്മുടെ കൈകൾ എത്തുന്നുവോ അവിടെയെല്ലാം തേച്ചു കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂഇന്റെ ശേഷമുള്ള ദിക്റില്ലേ ഷഹാദ കലിമയും ദുആഉം, ആ ഷഹാദ കലിമയും ദുആഉം കുളിച്ചു കഴിഞ്ഞാലും സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിത ശൈലികൾ എല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ പിന്തുടർന്നുകൊണ്ടാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ തങ്ങളെ തിരുചര്യകൾ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ വിഭാഗമാരാണ് വഅക്സറസ്സലാത്ത് അലയ്യ, എന്റെ മേലിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തീർത്തത്, ജീവിതത്തിൽ വല്ല ഇഹ്സാനുകളും ചെയ്യാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഇരുന്നാൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്നതാണ്. കണ്ടിട്ടില്ലേ ഒരുപാട് സ്വാലിഹീങ്ങൾ മരിക്കുമ്പോ അവരുടെ മുഖം അതാ വെളുക്കുകയാണ്. എപ്പോഴാണ് അവരുടെ മുഖം വെളുക്കുന്നത്? അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കാണുമ്പോളാണ്. ചില ആളുകൾ അതാ അവരുടെ മുഖം കറുക്കുന്നു. ജീവിതത്തിൽ ചെയ്ത നെറികേടുകൾ, തിന്മകൾ, തോന്നിവാസങ്ങൾ തൗബ ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിങ്കലിൽ നിന്ന് പാശ്ചാത്തപിച്ച് പാപം പൊറുപ്പിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിയില്ല. റജബുൻ ശഹ്റു തൗബ, റജബിൽ തൗബ ചെയ്യാൻ അവൻ മനസ്സു കാണിച്ചില്ല. വശഅബാനു ശഹ്റുൽ മഹബ്ബ, ശഅബാനിൽ അല്ലാഹുവിനെയും ഹബീബിനെയും സൽക്കർമ്മങ്ങളെയും മഹബ്ബത്ത് വെക്കാൻ, സ്വാലിഹീങ്ങളെ പ്രിയം വെക്കാൻ അവൻ അവസരം ഉപയോഗിച്ചില്ല. വറമളാനു ശഹ്റുൽ ഖുർബ, അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ റമളാനു ശരീഫിനെയും ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെയുള്ള ആളുകൾ മരണമാസന്നമാകുന്ന സമയം അല്ലാഹ് അവരുടെ മുഖം കറുക്കുന്നു. അല്ലാഹു നമുക്ക് കാവല് തരട്ടെ. ഖുർആൻ പറയുകയാണ്, യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുന്ന ദിവസം, ചില മുഖങ്ങൾ കറുക്കുന്ന ദിവസം. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹും, മുഖം കറുത്ത ആളുകളോട് പറയപ്പെടുന്നു, അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ്, നിങ്ങൾ എങ്ങനെ സത്യം അറിഞ്ഞതിന് ശേഷം, സത്യം ഉൾക്കൊള്ളാൻ അല്ലാഹ് അവസരം നൽകിയതിന് ശേഷം നിങ്ങൾ അതാ സത്യത്തെ നിഷേധിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചോളൂ. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങളെ സത്യത്തെ നിഷേധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ശിക്ഷ നൽകാൻ കാരണമായിട്ടുണ്ട്. വഅമ്മല്ലദീന ബിയല്ലതു വുജൂഹും ഫഫീ റഹ്മത്തില്ലാഹ്, മുഖം വെളുക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്, അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്, സാലിഹീങ്ങൾക്ക് അല്ലാഹ് ഒരുക്കി വെച്ച ജന്നത്തിലാണ്. ഹും ഫിയാ ഖാലിദൂൻ, അവർ സ്വർഗ്ഗത്തിൽ ശാശ്വതന്മാരാണ്, സദാ ശാശ്വതമായി സ്വർഗ്ഗത്തിൽ താമസിക്കുന്നവരാണ്. സൂറത്തു ആലി ഇംറാനിലെ 106-ാമത്തെ ആയത്തായത്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മഹാന്മാര് വിവരിക്കുന്നുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന, ഇഹ്സാൻ ചെയ്ത് ജീവിതം കഴിച്ചുകൂട്ടിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ വിജയം കൊടുക്കും. അൽ ഹുസ്ന, ദാറുൽ ആഖിറയിൽ അവർക്ക് അല്ലാഹു വലിയ രക്ഷയും സമാധാനവും സന്തോഷങ്ങളും കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. ആ ആയത്തിൽ തൊട്ടടുത്ത വാചകം അല്ലാഹ് പറയുന്നു, വസിയാദാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. പരലോകത്ത് അല്ലാഹു തആല രക്ഷ കൊടുക്കും, വിജയം കൊടുക്കും എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്. എന്നാൽ എത്ര പറഞ്ഞ് തീർക്കാനും കഴിയാത്ത അത്രയും സിയാദത്ത് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലത്തിൽ വർധനവുണ്ട്, അല്ലാഹ് നൽകുന്നുണ്ട് അവർക്ക്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തങ്ങ് ഓതിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് സിയാദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ, വ അഹ്ലുൻ നാരി അന്നാർ, നരകക്കാര് നരകത്തിൽ പ്രവേശിച്ചാൽ, നാദാ മുനാദിൻ, അവിടെ ഒരാൾ വിളിച്ചു പറയുന്നു, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗ്ഗക്കാരെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദൻ, നിങ്ങൾക്ക് അല്ലാഹുവിങ്കലിൽ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. യുരീദു അൻ യുൻജിസകുമൂഹു, അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫയഖൂലൂന, അപ്പോൾ സ്വർഗ്ഗക്കാര് പറയും, വമാ ഹുവ അല്ലാഹ്, ആ സ്ഥലമേതാണ്? ഞങ്ങൾക്ക് പ്രതിഫലം തരുന്ന പ്രത്യേകമായ സ്ഥലമുണ്ടോ? അലം യുസ്ഖിൽ മവാസീനനാ, ഞങ്ങളുടെ തുലാസുകളിൽ അല്ലാഹു നന്മകൾ ചെയ്തത് കാരണം ഭാരം തൂക്കി തന്നിട്ടുണ്ടല്ലോ. അതേ, ഞങ്ങളുടെ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറുള്ളതാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിച്ചുവല്ലോ. വയുജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഇനി ഇതൊന്നുമല്ലാത്ത പ്രതിഫലം തരുന്ന ഒരു സ്ഥലം വേറെ ഏതാണ്? അല്ലാഹ്, ആ ചോദ്യം അല്ലാഹുവിനോട് സ്വർഗ്ഗക്കാര് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ്, അതേ സ്വർഗം ഉദ്ഘാടനം ചെയ്തു തരുന്ന നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയുക്ഷഫു ലഹുമുൽ ഹിജാബ്, അവർക്കതാ അവരുടെ മുമ്പിലുള്ള മറ നീക്കപ്പെടുന്നു. ഫയൻളുറൂന ഇലൈഹി ജല്ല വഅലാ, ഖാലിഖായ റാസിഖായ യജമാനനായ ഉടമസ്ഥനായ റബ്ബിനെ അവർ കാണുന്നു. ഫവല്ലാഹി മാ അഅതാഹുമുല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൽ നളിരി ഇലൈഹി വലാ ഖറ ലിഅയുനിഹിം, അവരുടെ കണ്ണ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അഴകുള്ള അല്ലാഹ്, അവർ ഇന്നുവരെ സുഖിച്ചിട്ടില്ലാത്തൊരു സുഖം, ആനന്ദം കൊണ്ടിട്ടില്ലാത്ത വലിയൊരു ആനന്ദം റബ്ബിനെ കാണുമ്പോൾ അവർ അനുഭവിക്കുന്നു. പിന്നീട് റബ്ബിനെ കാണുന്നതിനേക്കാൾ ഒരു ഇഷ്ടം വേറെ ഒന്നിലേക്കുമില്ല. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, അരിഫീങ്ങളായ ഔലിയാക്കളായ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ലക്ഷ്യം സ്വർഗമല്ല കേട്ടോ. വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ, ഹൂറുല്ലിങ്ങളല്ല, സ്വർഗത്തിലെ മണിമന്ദിരങ്ങളല്ല, സിവാനളിരിൽ ജലീൽ, അല്ലാഹുവിനെ കാണലാണ് അവരുടെ ലക്ഷ്യം. ഫഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാം, അല്ലാഹു ആദരിച്ച മഹാന്മാരുടെ ലക്ഷ്യം അതാണ്. സുഹൃത്തുക്കളെ, സ്വർഗം വിവർണക്കും അപ്പുറത്തുള്ളതാണ്. ഒരു മനുഷ്യനെ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ പറ്റാത്തതാണ് സുഖലോക സ്വർഗം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാം
അലൈഹിസ്സലാമിനോട് നിങ്ങൾക്ക് ഖുർആനിലെ സൂറത്തു താഹ ഒന്ന് ഓതിക്കൊടുക്കൂ. സ്വർഗ്ഗക്കാര മുന്നിൽ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ നല്ല ശബ്ദമല്ല കൊടുത്തവരാണ്. അതാ ത്വാഹ സൂറത്തങ്ങ് ഓതി കേൾപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച സ്വാലിഹീങ്ങൾ ഹർഷപുളകിതരാകുന്നു. ഇന്ന് വരെ ഇത്രയും മനോഹരമായ ശബ്ദം കേട്ടിട്ടില്ല. അതാ രണ്ടാമത് അല്ലാഹു ചോദിക്കുകയാണ്, ഇതിനേക്കാൾ കേൾക്കാൻ ആസ്വാദകരമായ ശബ്ദം കേൾക്കണോ? സ്വർഗ്ഗക്കാര് ചോദിക്കുകയാണ്, ഇതിനേക്കാൾ ആനന്ദമുള്ള ശബ്ദം ആരുടേതാണ്? വിളിക്കുന്നു, സയ്യിദുനാ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നബിയേ, നിങ്ങൾ സൂറത്തു യാസീൻ ഒന്ന് ഓതി കേൾപ്പിക്കൂ. ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ സൂറത്ത് അങ്ങ് ഓതി കേൾപ്പിക്കുന്നു സ്വർഗ്ഗക്കാരെ മുന്നിൽ. ആ സമയം അതാ അവര് വല്ലാതെ ആനന്ദം കൊള്ളുന്നു. മൂന്നാമതും അല്ലാഹ് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇതിനേക്കാൾ നല്ല ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു അവരോട് സലാം ചൊല്ലുന്നു. അല്ലാഹ് ഈ വലിയ ഭാഗ്യം പാവപ്പെട്ട ഞങ്ങൾക്കും ഈ മാസത്തിന്റെ പോരിശ കൊണ്ട് ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, ആ സ്വർഗം കിട്ടാനല്ല മഹാന്മാര് ആഗ്രഹിച്ചത്. എന്നാൽ അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ കിടക്കണം. അപ്പോൾ ഇഹ്സാനുള്ള അമലുകൾ ചെയ്യണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് മൽഊന്റെ ചതിക്കാത്ത് മനദീമാനുറപ്പിത്ത് മദദ് റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാൻ ഈ സ്ഥാപനത്തിൽ പല പ്രാവശ്യങ്ങളിലായി വന്നിട്ടുണ്ട്. ധാരാളം പാവപ്പെട്ട സഹോദരന്മാർ, നമ്മെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ, പരിചാരകരില്ല, കൂട്ടുകുടുംബങ്ങളില്ല. ജീവിതത്തിൽ അതാ അവരുടെ ആയുസ്സിന്റെ സായാഹ്നത്തിലെത്തിയിട്ടുണ്ട്. അവർക്ക് റാഹത്തായി ഒന്ന് കിടക്കാൻ, ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ അതേ കുടിലില്ല, ഒരു വീടില്ല, കുടുംബവുമില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് അതേ നമ്മളെപ്പോലെയുള്ള മാംസവും തൊലിയും അതേ നമ്മെപ്പോലെയുള്ള ശരീരമുള്ള മനുഷ്യർ, അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പരിചരണം നമ്മുടെ ഉസ്താദുമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സഹപ്രവർത്തകന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ് വർഷങ്ങളായി. അൽഹംദുലില്ലാഹ്. അതിവിപുലമായി തന്നെ മനോഹരമായി വളരെ സന്തോഷത്തോടുകൂടി സ്ഥാപനം നടന്നു പോകുന്നു. നേരത്തെ സിബഗത്തുള്ള ഉസ്താദ് പറഞ്ഞില്ലേ, എങ്ങനെയാണെന്നറിയില്ല, വിനീതനായ ഞാനും അല്ലാഹുവിന്റെ ദീനി ഉലൂമിന്റെ ചെറിയൊരു സ്ഥാപനം നടത്തുന്നു. എല്ലാ മാസങ്ങളും അവസാന സമയമാകുമ്പോൾ സ്വന്തം സാലറി കിട്ടുമല്ലോ എന്നാണ് നിങ്ങളൊക്കെ ആലോചിക്കാറുള്ളതെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പലരും അങ്ങനെയല്ല.
സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ളവർക്ക് സാലറി കൊടുക്കണമല്ലോ, സമയമായല്ലോ എന്നാണ് ചിന്തിക്കാറുള്ളത്. ഓ സുഹൃത്തുക്കളെ, ഈ സ്ഥാപനവും അങ്ങനെ അതാ സ്ഥിരമായി വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ, എന്നാലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, ഖാജാ തങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ മദദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയാക്കി നടത്താനുള്ള കഴിവ്, ശേഷി, പ്രാപ്തി ഇതിന്റെ സംഘാടകർക്ക് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിനെ ഇന്ന് വരെ സഹായിച്ച, സഹകരിച്ച, നടത്തിപ്പിൽ മുന്നിൽ നിന്ന എല്ലാവർക്കും പകരം സ്വർഗം പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാഹ് അവർക്കെല്ലാം നീ 2 ലോക വിജയവും നൽകണം റഹ്മാനേ. പാവപ്പെട്ട മനുഷ്യരുടെ ആ റൂമിലേക്കൊന്നു ചെന്നാൽ നമ്മളുടെ ഹൃദയം പൊട്ടിപ്പോകും. സുബ്ഹാനല്ലാഹ്, അതുപോലെ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതുപോലെയുള്ള സംരംഭങ്ങളോട് നമ്മളെല്ലാ അർത്ഥത്തിലും അനുകമ്പയുള്ളവരാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ സഹായിക്കുന്നവരാകണം, സഹകരിക്കുന്നവരാകണം എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിലില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസം അത് നീക്കിക്കൊടുക്കുന്നത് ഈ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ലോകത്തിന്റെ നേതാവ് ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന മസ്ജിദുൻ നബവി, അല്ലാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. ആ മസ്ജിദുൻ നബവിയിൽ കയറണം, നിസ്കരിക്കണം, സ്വലാത്തു ചൊല്ലണം. റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ച് നമുക്ക് നിസ്കരിക്കണം. തങ്ങളെ മുന്നിൽ വിനയത്തോടെ, താഴ്മയോടെ, മനസ്സു നിറയെ മഹബത്തുമായി ചെന്ന് നിൽക്കണം. ഒരു സലാം അതബോടെ പറയണം. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കണം. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളിലായി അതിന് വിധി നൽകട്ടെ. സുഹൃത്തുക്കളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാത്സല്യവും സ്നേഹവും നമുക്ക് ലഭിക്കാനുള്ള കാരണമാണ് പാവങ്ങളെ സഹായിക്കുക എന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ഒരു ചരിത്രം പറഞ്ഞ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ പറഞ്ഞു തന്ന ഒരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ മജ്ലിസിലേക്ക് നല്ല ഒരു സദഖ നൽകണം. അല്ലാഹ്, ആരൊക്കെയാണോ ഈ മജ്ലിസിൽ സഹായങ്ങൾ നൽകുന്നത്, നീ അവർക്ക് 2 ലോക വിജയവും നൽകണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്നൊരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അയാൾക്ക് കാണിക്കപ്പെടുന്നു നരകക്കാരെ. ഫയുനാദീഹി റജുലുൻ മിൻഹാ, സുബ്ഹാനല്ലാഹ്, നരകം അല്ലാഹു സ്വർഗ്ഗക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ കടന്ന മനുഷ്യനെ നരകത്തിൽ നിന്ന് ഒരു കക്ഷിയതാ വിളിക്കുന്നു, യാ ഫുലാൻ ഹൽ തഅരിഫുനി, ഓ സഹോദരാ, നിങ്ങൾക്ക് എന്നെ അറിയുമോ? സ്വർഗ്ഗത്തിൽ എന്ന് വിളിച്ചു പറയുന്നില്ല, വല്ലാഹി ലാ അഅരിഫുക മൻ അൻത, അറിയില്ല നീ ആരാണ്. ഫയഖൂലു, നരകത്തിലുള്ള മനുഷ്യൻ പറയുന്നു, അനല്ലദീ, അതേ ഞാൻ, മറർത ഫിദ്ദുനിയാ യൗമൻ ഫസ്തഖൈതനീ മാഅൻ ഫസഖൈതുക,
ഞാൻ ദുനിയാവിലുള്ളപ്പോൾ ഞാൻ നല്ല മനുഷ്യനായിരുന്നു. അതേ, നീ എന്റെ സമീപത്തിലൂടെ ഒരു ദിവസം പോയപ്പോൾ നീ എന്നോട് വെള്ളം കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ നിനക്ക് കുടിക്കാനുള്ള വെള്ളം തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചോദിക്കുന്നു, എന്നെ മനസ്സിലായോ? ആ മനുഷ്യനോട് സ്വർഗത്തിൽ കടന്ന മനുഷ്യൻ പറയുന്നു, മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. ഉടനെ ആ സ്വർഗത്തിൽ കടന്ന മനുഷ്യൻ ഒരൊറ്റ പറച്ചിലാണ് അല്ലാഹുവിനോട്, ഓ റബ്ബേ, ഇന്നി ഖദ് അശ്റഫ്തു അലാ അഹ്ലിൻ നാരി ഫനാദാനി റജുലുൻ മിൻ അഹ്ലിഹാ. പടച്ചോനെ, നരകം കാണിച്ചു തന്നപ്പോ എന്നോട് അതിൽ നിന്ന് ഒരാൾ എന്നെ അറിയുമോ എന്ന് വിളിച്ചു ചോദിച്ചില്ലേ? ഞാൻ അദ്ദേഹത്തോട് ഇല്ല എന്ന് പറഞ്ഞല്ലോ അല്ലാഹ്. ആ സമയത്ത് അദ്ദേഹം എനിക്ക് ദുനിയാവിൽ നിന്ന് ദാഹജലം തന്ന മനുഷ്യനാണെന്ന് എന്നെ പരിചയപ്പെടുത്തി തന്നു. ഫശ്ഫഅലി ബിഹാ. അല്ലാഹ് സ്വർഗത്തിൽ കടന്ന എനിക്ക് നരകത്തിൽ കിടക്കുന്ന മനുഷ്യനാണ് ദുനിയാവിൽ നിന്ന് കുടിക്കാൻ വെള്ളം തന്നിരുന്നത്. ദുനിയാവിൽ നിന്ന് എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു എന്ന സൽക്കർമ്മം കാരണത്തിൽ ആ മനുഷ്യന് ശഫാഅത്ത് ചെയ്യോ, എനിക്ക് അനുവാദം തരണേ അല്ലാഹ്. ആ മനുഷ്യന് നീ നരകത്തിൽ നിന്ന് രക്ഷ കൊടുക്കുക അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഫയശ്ഫഉഹു അല്ലാഹു ഫീഹി ഫയുമറു ബിഹി ഫയഖ്റുജു മിനൻ നാർ. ആ സ്വർഗ്ഗക്കാരന്റെ ശഫാഅത്ത് ആ നരകത്തിൽ കടന്നവനെ അല്ലാഹു സ്വീകരിച്ചു കൊടുത്ത് നരകത്തിൽ നിന്ന് വെള്ളം കൊടുത്ത മനുഷ്യനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് നമ്മളെ കൂട്ടത്തിലെ സ്വർഗക്കാരെ വിളിക്കേണ്ടി വരുന്ന ഗതികേട് വരികയെന്നറിയില്ല. അതുകൊണ്ട് ഈ ദുനിയാവിൽ അല്ലാഹു തന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അത് പരലോകത്തേക്ക് അല്പം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിൽ വെച്ച് ഒരു 10,000 രൂപ ഈ വിഷയത്തിലേക്ക് ഖാജാ തങ്ങളുടെ പേരിൽ ഈ മജ്ലിസിലേക്ക് സദഖ തരാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നല്ല നിയ്യത്ത് ഖൽബിൽ ഉറപ്പിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാളെ ഏറ്റെടുക്കുക. അല്ലാഹു അവർക്ക് ഖാജാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ കടങ്ങളും വീട്ടി കൊടുക്കട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു അവർക്ക് ശിഫയാക്കി കൊടുക്കട്ടെ. 10,000 ലക്ഷങ്ങൾ ചെലവഴിച്ച് ചികിത്സിക്കേണ്ട അസുഖങ്ങളിൽ നിന്ന് അവരെയും നമ്മയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഒരു 10,000 പറയാ? അൽഹംദുലില്ലാഹ്. അവരെ പേരെന്തേ? മോനെ മുജുസ്താ അലി. ഹജ്ജിന് പോയിക്കണോ? ആ ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ വർഷം വളരെ റാഹത്തായി ഹജ്ജ് ചെയ്തു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫൈസി ഉസ്താദേ, എനിക്കും ആഗ്രഹമുണ്ട് ഹജ്ജിന് പോകാൻ. ആമീൻ ആമീൻ. ആ ഉസ്താദ്മാരൊക്കെയുള്ളൂ. ഹസ്സൻകുട്ടി ഹാജി അൽഹംദുലില്ലാഹ് രണ്ടാമത് 10,000. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം മഖ്ബൂലായ ഒരു ഹജ്ജ് ചെയ്യണം വിധി നൽകണേ അല്ലാഹ്. ഖാജാ തങ്ങൾ ബാബുൽ മദീനയാണ്. അതേ, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മദീനത്ത് പോകാൻ പൂതിയുള്ള മുഹിബ്ബീങ്ങൾ അതാ അജ്മീർ ഷരീഫിൽ പോവുകയാണ്. ഖാജാ തങ്ങളെ, എനിക്ക് ഹജ്ജിന് പോകണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഖാജയോട് സഹായം തേടുകയാണ്. ഖാജാ തങ്ങൾ മുഖേന റബ്ബിനോട്
റബ്ബിനോട് തൗഫീഖിന് വേണ്ടി ദുആ ഇരക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഹജ്ജിന് തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹ് അലി സാഹിബിനും ഞങ്ങൾക്കും മഖബൂലായ ഹജ്ജിന് തൗഫീഖ് നൽകണം റഹ്മാനേ. ഒരു അപകടവും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് നൽകരുതേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഹസൻ കുട്ടി ഹാജിയും 10,000 പറഞ്ഞു. ആ രണ്ടുപേർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. മൂന്നാമതാരാ 10,000? മൂന്നാമത് 10,000 ആരോ പറഞ്ഞു അവിടുന്ന് ബാക്കിന്ന്? ബിസ്മില്ലാഹ്. ആരാധര മൂന്നാമത്തെ 10,000? ഞാൻ കഴിഞ്ഞ ദിവസം 25-ാം തീയതി ചെറിയൊരു മജ്‌ലിസ്, ഇതിന്റെ പകുതി സദസ്സ് ഉണ്ടാവുകയും അവിടുന്ന് പിരിഞ്ഞു കിട്ടിയത് 10 ലക്ഷം റുപ്യാണ്. അൽഹംദുലില്ലാഹ്. ഈ പരിസരത്തൊക്കെ ഞാൻ വരുമ്പോ നിങ്ങൾ വഅദ് കേൾക്കുകയും അവസാന സമയം സദഖ വഹിച്ചാൽ വലിയ സഹായം നൽകുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു ഖബൂൽ നൽകട്ടെ. ഞാൻ പലരോടും നിങ്ങളെ ഈ നാടിന്റെ ബഹുമാനം പറയാറുണ്ട്. ഉള്ളതില്ലെന്ന് ആത്മാർത്ഥമായി സഹായിക്കുന്ന, ചെലവഴിക്കാൻ മടി കാണിക്കാത്തവരാണ് ഈ നാട്ടുകാർ. അല്ലാഹു ആ ബർക്കത്തെന്നും നിലനിർത്തി തരട്ടെ. മൂന്നാമതാരാണ് ഒരു 10,000 പറയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവേ, അവരുടെ ശരീരത്തിൽ കത്തി വെക്കല്ലേ അല്ലാഹ്. അവരെ വെന്റിലേറ്ററിൽ കിടത്തല്ലേ അല്ലാഹ്. റബ്ബേ, മഹാമാരിയും മാരക രോഗങ്ങളും നൽകി അവരെ നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. മൂന്നാമതൊരു 10,000 പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാള് ഉണ്ടാവും. ഒരു 2 ആൾക്കാരും കൂടി ഉണ്ടാവും 10,000 പറയാൻ പറ്റുന്ന. ഒരു 2ഓ 4ഓ ഗഡുക്കളായിട്ട് നിങ്ങൾ കൊടുത്തോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ ആളാരോ ഒരു 10,000 തരാ. അല്ലാഹു ഖബൂൽ നൽകട്ടെ. അല്ലാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് വലിയ സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സ്വലാത്ത് നമുക്ക് കൂട്ടമായി ചൊല്ലിയിട്ട് തങ്ങൾ വരാനായോ? ഇൻഷാ അല്ലാഹ്. അപ്പോ തങ്ങൾ വരുന്ന മജ്‌ലിസാണല്ലോ. അല്ലാഹു ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കി തരട്ടെ. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. സിബത്തുൽ ഉസ്താദ് പറഞ്ഞ പിരിവ് നടത്തണ്ടെന്നല്ലട്ടാ, നല്ലോണം പൈസ തരുന്നവർക്ക് ദ്വാരം കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കട്ടെ. വയല് പോരാ, കുറച്ചുകൂടി വയല് പറയേണ്ടി എന്നുള്ളൊരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. പരിസരത്തൊക്കെ അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. 1-ാം തീയതിയും 1-ാം തീയതി, പിന്നെ അടുത്ത ദിവസം 12-ാം തീയതി. ഇൻഷാ അല്ലാഹ് ആ ഡേറ്റുകളിലൊക്കെ വന്നാൽ നമുക്ക് നല്ല വയല് പറയാം. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ എത്താനും തുടങ്ങാനും അല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം സംസാരം സംക്ഷിപ്തമാക്കി പറഞ്ഞ് അവസാനത്തിലേക്ക് വന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 2 ആളുകൾ കൂടി ആ വിഷയത്തിൽ ഒന്ന് പ്രതികരിച്ചാൽ നമുക്ക് കുറച്ചുകൂടി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് മൂന്നാമത്തെ 10,000 പറയാ? അല്ലാഹു അവർക്ക് വലിയ അപകടങ്ങളിൽ നിന്ന് ആ സദഖ കാവലാക്കി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കൊടുക്കുന്ന സദഖ ആ സദഖയായിരിക്കും ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ച് വലിയ ദുരിതങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താൻ കാരണമായി തീരുന്നത്. അല്ലാഹു ഖൈറായ സമ്പാദ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ.
അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, ചെലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തതാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെലവഴിച്ച ആരും എനിക്ക് നഷ്ടം വരുമോ എന്ന് പേടിക്കേണ്ടതില്ല. മൂന്നാമത് ആരാണ് ഒരു 10,000 പറയാൻ ഒരുക്കമുള്ളത്? അല്ലാഹ് അവരെ ശരീരത്തിൽ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, ബ്ലഡ് ക്യാൻസർ നൽകല്ലേ അല്ലാ, ബ്ലോക്ക് കൊടുക്കല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, റബ്ബേ ഡയാലിസിസ് ചെയ്യേണ്ട രോഗം നൽകല്ലേ അല്ലാ, കിഡ്നി മാറ്റി വെക്കേണ്ട അസുഖം കൊടുക്കല്ലേ അല്ലാ, കൈയും കാലും മുറിച്ച് മാറ്റരുതേ അല്ലാ. അവസാനം നീ നിശ്ചയിച്ച സമയം വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാപ്പ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 10,000. അല്ലാഹുവേ, ആ വാപ്പ ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം ഒരു വെളിച്ചമാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചു വിരിഞ്ഞിട്ടുണ്ടോ അവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് ഒരു നൂറാക്കി എത്തിക്കണേ അല്ലാ. 3 ആളുകൾ 10,000 പറഞ്ഞു. റബ്ബേ, അവരിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും ആ 10,000 ങ്ങളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. അല്ലാഹു തആല തങ്ങൾ പാപ്പ പറഞ്ഞു, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. തങ്ങള് നമ്മൾ വലിയ ആദരിക്കുന്ന ആളാണ് തങ്ങൾ പാപ്പ. അല്ലാഹു അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ബിസ്മില്ലാ. 4-മതാര പറഞ്ഞു ഒരു സഹോദരി 10,000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇന്ന് വരെ പങ്കെടുത്ത എല്ലാ മജ്ലിസുകളുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾ ഏതെല്ലാം മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ അവരെ പോരിശ കൊണ്ട് യാ അല്ലാഹ് ആ 4-മത് പറഞ്ഞ മഹദിയുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും സദഖ ശിഫയാക്കണേ അല്ലാഹ്. അവരെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈ 4 പേരും എന്തെല്ലാം ഖൈറായ മുറാദുകൾ ആ സദഖ മുഖേന ഉദ്ദേശിച്ചുവോ ബിബറകത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവസാനം ആ 4 പേർക്കും ഹുസ്നുൽ ഖാത്തിമ നൽകു റഹ്മാനേ. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. 5-മതാര പറഞ്ഞു. നേരത്തെ തന്നുകണോ? തങ്ങളെ വകയിൽ 14,000 രൂപ നേരത്തെ ഇവിടെ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അരിയിലേക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. തങ്ങൾക്കും അതിൽ സഹായികളായ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ സ്വർഗം ഉറപ്പിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനേ. ഒരു 50,000 പൂർത്തിയാക്കിയാലോ? ഒരു 5-മത്തെ ഒരു 10,000 ആരോ പറയാനുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാളെ ഒരു 5-മത്തെ 10,000 പറയാൻ? അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഒരു 5 ആയിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലേ, ഒരു 5,000 ആയിട്ട് 2 ആളുകൾ പറഞ്ഞാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അഞ്ചാമത് പറഞ്ഞു. തങ്ങൾ അൽഹംദുലില്ലാ 10,000 നേരത്തെ പറഞ്ഞതും കൂടി അങ്ങനെ ആവുമ്പോ എത്രയായി? 50,000. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ സയ്യിദന്മാര് ഞങ്ങൾക്കുള്ള വലിയ തണലാണ്. ആ തണല് എന്നെന്നും ഞങ്ങൾക്ക് നിലനിർത്തണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മിസ്ർ സിയാറത്ത് ചെയ്തു. ഉമ്മമാരെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് സിയാറത്തിന് പോയപ്പോഴെല്ലാം ഇത്തവണ പോയപ്പോഴും അവിടുത്തെ പരിസരത്തിൽ നിന്നുള്ള മരണപ്പെടുന്ന മുഅ്മിനീങ്ങളെ മയ്യത്ത് കൊണ്ടുപോയി നഫീസ ഉമ്മയുടെ മഖാമിന്റെ പരിസരത്തുള്ള പള്ളിയുടെ അകത്ത് വെച്ച് മയ്യത്ത് നിസ്കരിച്ചിട്ടാ കൊണ്ടുപോണേ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആ വസിയത്ത് ഇന്നും മിസ്റുകാർ നടപ്പിലാക്കി വരികയാണ്. ആ നഫീസത്തു താഹിറ റളിയല്ലാഹു അൻഹാ, സുബ്ഹാനല്ലാഹ്, ചരിത്രം ദീർഘമാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. സ്വന്തം വീട്ടിൽ ഖബർ വെട്ടിയിട്ട് ആ ഖബറിൽ ഇറങ്ങിയിട്ട് ആയിരക്കണക്കിന് ഖത്മുകൾ തീർത്തവരല്ലേ. അവസാനം അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ്. അവിടുത്തെ ഭർത്താവ് മദീനത്തുൽ മുനവ്വറയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഖബർ സ്ഥിതി അതാ ജന്നത്തുൽ ബഖീലാക്കാൻ അതേ നഫീസ ഉമ്മാനെ മദീനത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ തീരുമാനിക്കുമ്പോ മിസ്റുകാര് പറയുന്നു കൊണ്ടുപോകരുതേ, കാരണം ഞങ്ങൾക്കുള്ള വലിയ പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രമാ നഫീസ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് കഥകടച്ച് രാത്രിയിൽ നഫീസ ഉമ്മാന്റെ ജനാസ എവിടെ മറമാടണം എന്ന് അതാ വല്ലാതെ ചിന്തിക്കുകയാണ്. അല്പം അവിടെ കിടന്ന് മയങ്ങിയപ്പോൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നു. യാ ഇസ്ഹാഖ്, ഓ ഇസ്ഹാഖ് എന്നവരെ, നഫീസത്തു താഹിറയുടെ ജനാസ അവിടുത്തെ മയ്യത്ത് നിങ്ങൾ മിസ്റിൽ തന്നെ മറവ് ചെയ്യൂ, അവര് ഖുർആൻ ഓതിയ ഖബറിൽ തന്നെ മറവ് ചെയ്യൂ. മിസ്റുകാർക്ക് നഫീസ ഉമ്മ മുഖേന അല്ലാഹു ബറക്കത്ത് നൽകുമല്ലോ. അതുകൊണ്ട് മിസ്റിലെ മുഅ്മിനീങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പരിഗണിക്കൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നഫീസത്തു താഹിറ റളിയല്ലാഹു അൻഹ മഹദിയുടെ ഖബർ ഷരീഫ് അവിടുന്ന് ഇബാദത്ത് ചെയ്ത ആ ഖബറിൽ തന്നെ സ്ഥിതി ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് കഴിഞ്ഞു പോയ മഹദിമാര് മഹാന്മാർ ആ നഫീസ ഉമ്മ ഇബാദത്ത് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അതാ ആ മഅബദിൽ പോയാൽ അവിടെ ഒരു മഹാനെ കാണാം. ആരാണത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ റളിയല്ലാഹു അൻഹു. മാലിക് മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്, വലിയ വലിയാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ ദർശിക്കുകയാണ്. ചോദിക്കുകയാണ്, നിങ്ങൾ സുൽത്താനുൽ മശ്രിഖ് വൽ മഗ്രിബിനെ സിയാറത്ത് ചെയ്തിട്ടില്ലേ? താജുദ്ദീൻ എന്നവരെ. ഇബ്നു അതാഇല്ലാഹി
സിക്കന്ദരി തങ്ങൾ മനാമിൽ ലോകത്തിന്റെ നേതാവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, മൻ ഹുവ യാ റസൂലല്ലാഹ്, സുൽത്താനുൽ മശ്രിഖ് വൽ മഗ്രിബ് ആരാണ് നബിയേ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അത് അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറയാണ്. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ ചെല്ലുന്നു. അവിടുന്ന് വസിയത്ത് പറഞ്ഞു വെക്കുന്നു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ എന്നവരുടെ ഖബറിന്റെ പിറകിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യണേ. മഹാന്മാർ ലോകത്തിന്റെ നേതാവിന്റെ കണക്ഷൻ ഉള്ളവരാണ്. അല്ലാഹ് നേതാവിനോടുള്ള ഒരു ബന്ധം ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോ എങ്ങനെ വരണമെന്ന് ഡയറക്ഷൻ കൊടുത്തത് മുത്തുനബിയാണ്. നിങ്ങൾ ഇന്ത്യയിൽ പോകണം, അജ്മീറിൽ ചെന്ന് താമസിക്കണം, അവിടെയാണ് നിങ്ങളെ വീടുള്ളത്, അവിടെയാണ് നിങ്ങളെ ഖബറൊരുങ്ങുന്നത്. മുന്നറിയിപ്പ് നൽകിയതാരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കി അവിടുത്തെ ഖബറു ശരീഫിൽ വന്ന് അതാ ഇബ്നുൽ ഹുമാ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, അലിമാണ്. അവര് സിയാറത്ത് ചെയ്യുകയാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദ് ഓതുമ്പോ മിൻഹും ശഖിയ്യും വസഈദ്, അവരിൽ പരാജിതനും വിജയിയുമുണ്ട്. ആ ആയത്തങ്ങ് ഓതിയപ്പോൾ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറു ശരീഫിന്റെ അകത്തിരുന്ന് മഹാനരുടെ ശബ്ദം വരുന്നു, ലൈസ മിന്നാ ശഖിയ്യുൻ ഇബ്നുൽ ഹുമാ, നമ്മൾക്കിടയിൽ ഒരു പരാജിതൻ ഇല്ല, നമ്മൾ രണ്ടാളും വിജയിച്ചവരാണ്. ഇബ്നുൽ ഹുമാ അല്ലാഹ് ഇബ്നുൽ ഹുമാം എന്ന പണ്ഡിതൻ വസിയത്ത് പറയുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി തങ്ങളെ ഖബറിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് മറവ് ചെയ്യണേ. ഈ മൂന്ന് മഹാന്മാരെ മഖാമും നമുക്ക് ഒരു കമ്പൗണ്ടിൽ കാണാം, അവിടെ നമുക്ക് സിയാറത്ത് ചെയ്യാം. അല്ലാഹു ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ. ചെറുപ്പക്കാരെ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ തീരുന്ന ദുനിയാവാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹനെ മറന്നു പോകരുത്. അതേ, നമ്മുടെ ജീവിതത്തിൽ അലിമീങ്ങളെ തെറി പറഞ്ഞു പോകരുത്, തങ്ങന്മാരെ നിസാരപ്പെടുത്തി പോകരുത്, ഒരു ജീവിയെയും ആക്രമിച്ചു പോകരുത്. അതേ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ലംഘിച്ചു പോകരുത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവര് ഏത് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അതേ ഒരു പക്ഷേ അവര് നല്ല പ്ലെയർ ആയിരിക്കുക, അതേ അവര് നല്ല വിദ്യാസമ്പന്നരായിരിക്കുക, അതേ അവര് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കുക. അവരുടെ വേഷങ്ങൾ കാണുമ്പോ അതേ പുതിയ മോഡേൺ സ്റ്റൈലായിരിക്കുക, പക്ഷേ നിസ്കാരത്തിന്റെ സമയമായാൽ എല്ലാം മറന്ന് മാറ്റിവെച്ച് അവര് റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു.
അവര് പള്ളികളിൽ കയറി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം ഖളാക്കാതെ അതായി തന്നെ നിസ്കരിക്കുന്ന നല്ല ചെറുപ്പക്കാരില്ലേ, അവരെ പോലെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ മുസ്ലിം ചെറുപ്പക്കാരും ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മുടെ യുവ കൂട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അതേ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോ അവിടെ അതാ പള്ളിയുടെ ടോയ്ലറ്റിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ ബാത്റൂമിലേക്ക് കയറിയതാണ്. അല്ലാ, വല്ലാതെ ഹൃദയം വേദനിച്ചു പോയ ഒരു രംഗമുണ്ട്. ആ ചെറുപ്പക്കാരൻ അതാ ബാത്റൂമിലേക്ക് കയറുമ്പോ അവന്റെ പാന്റ് ബാത്റൂമിന്റെ അടിയിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അവൻ അതാ മൂത്രമൊഴിക്കാൻ കയറി നിൽക്കുന്നിടത്തും അവന്റെ പാന്റ് തറയിൽ തട്ടുന്നു. നിന്നിട്ടങ്ങ് മൂത്രമൊഴിക്കുന്നു. ആ മൂത്രം അവന്റെ വസ്ത്രത്തിലേക്ക് തെറിക്കുന്നു. വെള്ളമെടുത്ത് മനോഹരം ചെയ്യുന്നു. വീണ്ടും ആ പാന്റിലേക്ക് ആ ബാത്റൂമിൽ നിന്ന് അതേ മൂത്രം അതാ ഒഴിച്ച സ്ഥലത്ത് നിന്ന് തന്നെ മനോഹരം ചെയ്തപ്പം തെറിക്കുന്നു. ഒരു കുശലുമില്ലാതെ ഇറങ്ങി വന്ന് ഹൗദും കരയിലേക്ക് കയറുന്നു. പള്ളിയിലേക്ക് പോകാനൊരുങ്ങുമ്പോ ഞാൻ ചെന്നിട്ട് സ്നേഹത്തോടെ ഉണർത്തി, മോനെ, നിങ്ങളെ ഈ പെൻറ്റുമായി നിങ്ങൾ ഈ ഹൗദും കരയിലേക്ക് വരുമ്പോ നിങ്ങൾ ആ ബാത്റൂമിൽ തറയിൽ തട്ടുന്ന ഈ പെൻറ്റുമായി വന്നപ്പോ ഇവിടെ നജസായല്ലോ. പള്ളിയിലേക്ക് നിങ്ങൾ കയറിയാൽ നിങ്ങൾ അവിടെ മനോഹരം ചെയ്യുമ്പോ നിങ്ങളെ പാന്റിലേക്ക് തെറിച്ചിട്ടില്ലേ? പള്ളിയും നജസാകുമല്ലോ. പള്ളി നജസാക്കലെ ഹറാമാണല്ലോ. മറ്റുള്ള മുഅ്മിനീങ്ങൾക്കും പ്രയാസമാണല്ലോ. അതുകൊണ്ട് ഈ സ്വഭാവം നീ സൂക്ഷിക്കണേ. സുഹൃത്തുക്കളെ, ഞാൻ സ്നേഹത്തോടെ എല്ലാ ചെറുപ്പക്കാരോടും അല്ലാത്ത മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തിയതാണ്. നജസിൽ നിന്ന് വൃത്തിയാക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം. പള്ളിയും ഹൗളും എല്ലാ സ്ഥലങ്ങളും നജസാകരുത് നമ്മൾ കാരണം. അത് മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ഇബാദത്ത് ബാത്തിലാകാൻ കാരണമായി പോകുമല്ലോ. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറാളികളുടെ ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഹദീസിലുണ്ട്. ഈ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നത് അവൻ മനോഹരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലെ കഠിന ശിക്ഷ അനുഭവിക്കും. ഖബറിൽ സ്വസ്ഥമായി കിടക്കാൻ കഴിയില്ല. മനോഹരം ചെയ്യുമ്പോൾ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നജസുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നജസ് നമ്മുടെ വസ്ത്രത്തിലേക്ക് ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആ നജസുമായി നമ്മളെ നിസ്കാരം സഹിയാകൂല എന്ന് മാത്രമല്ല, നമ്മൾ പോകുന്നിടത്തൊക്കെ നജസാവല്ലേ. അല്ലാഹു സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.